എന്ന 10th ചാപ്റ്റർ ആയിട്ടുള്ള ലെറ്റർ മാത്ത്, അതായത് അക്ഷരഗണിതം എന്ന യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ആയിട്ട് ഇവിടെ രണ്ടാളുകളുണ്ട്. ഒരാൾ മേരിക്ക് ഒരു ബ്രദർ ഉണ്ട്. ബ്രദറിന്റെ പേര് ജോണി. അങ്ങനെ നമ്മുടെ മേരിക്ക് ഇപ്പോൾ 4 വയസ്സാണ്. നമ്മുടെ ജോണിക്ക് 8 വയസ്സാണ്. ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മുടെ മേരിയുടെ വയസ്സ് 4 അല്ലേ? നമ്മുടെ ജോണിന്റെ വയസ്സ് 8. അതായത് മേരിക്ക് ഇത്ര വയസ്സുണ്ടോ അതിനേക്കാളും 4 വയസ്സ് കൂടുതലാണ് ആർക്ക്? ബ്രദർ ജോണിക്ക്. അങ്ങനെയാണെങ്കിൽ മേരിക്ക് നെക്സ്റ്റ് ഇയർ 5 വയസ്സാവും. ആണല്ലോ. അതേസമയം നമ്മുടെ ജോണിക്ക് എത്ര വയസ്സാവും? മേരിക്ക് ഒരു വയസ്സ് കൂടുമ്പോൾ നമ്മുടെ ജോണിക്കും ഒരു വയസ്സ് കൂടും. ജോണിക്ക് 9 വയസ്സാവും. അപ്പൊ ഇവരുടെ ഡിഫറൻസ് എത്രയായിരിക്കും? 4 ആയിരിക്കും. എന്നാൽ മേരിക്ക് 3 വയസ്സുള്ളപ്പോൾ നമ്മുടെ ജോണിക്ക് എത്ര വയസ്സാണ്? 4 വയസ്സ്. സോറി, 4 അല്ല. അതായത് ഇപ്പൊ മേരിക്ക് 1 വയസ്സാണെങ്കിലും നമ്മുടെ ജോണിക്ക് 5 വയസ്സ്. എപ്പോഴും മേരിയുടെ വയസ്സിലേക്ക് 4 കൂടുതലായിരിക്കും ജോണിയുടെ വയസ്സ്, അല്ലെ? എന്നാൽ ഇപ്പൊ നമ്മുടെ മേരിയുടെ വയസ്സിനെ നമ്മൾ എം എന്നും ജോണിയുടെ വയസ്സിനെ ജെ എന്നുമാണ് പറയുന്നതെങ്കിൽ, അതായത് മേരിയുടെ വയസ്സിനെ എം എന്ന സ്പെല്ലിംഗ് കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. അറ്റ് ദി സെയിം ടൈം നമ്മുടെ ജോണിയുടെ വയസ്സിനെ നമ്മൾ ജെ എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ജോണിയുടെ വയസ്സ് ജെ എന്ന് പറയുന്നത് M+4, അതായത് മേരിയുടെ വയസ്സിലേക്ക് 4 കൂട്ടിയതായിരിക്കും. എപ്പോഴും ജോണിയുടെ വയസ്സ് മേരിയുടെ വയസ്സിലേക്ക് 4 കൂട്ടിയതല്ലേ? എന്നാൽ വേറൊരു പ്രോബ്ലം നോക്കാം. ഇതുപോലെ തന്നെ വേറൊരു സംഭവം. ഇവിടെ ഇപ്പൊ നമുക്കൊരു രേഖീയ ജോഡി ഉണ്ട് അല്ലെ? അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരു സ്ലാന്റഡ് ലൈൻ വന്നിട്ട് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവും, അതുപോലെ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവും. ഈ ആംഗിൾ എത്രയാ നമുക്കറിയില്ല, അതുപോലെ ഈ ആംഗിളും എത്രയാ നമുക്കറിയില്ല. പക്ഷെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്രയാ കിട്ടുക? 180 ഡിഗ്രി ആണ് നമുക്കറിയാം. ഇപ്പൊ ഇവിടെ 20 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? 160 ആയിരിക്കും. ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ 150 ആയിരിക്കും. അതായത് ഈ രണ്ട് ആംഗിൾസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ആംഗിൾ ഉണ്ടല്ലോ, ഈ ഒരു സൈഡിലുള്ള ആംഗിൾ, അതേ നമ്മൾ എച്ച് എന്നും ഈ സൈഡിലുള്ള ആംഗിളിനെ എൽ എന്നും പേര് വിളിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം L+H. ഈ സൈഡിലുള്ള ആംഗിളും ഈ സൈഡിലുള്ള ആംഗിളും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 180 ഡിഗ്രി കിട്ടും. അതുപോലെ ഇതില് എൽ എന്ന ആംഗിൾ ഉണ്ടല്ലോ, ദാ നമ്മൾ പറഞ്ഞു എല്ലും എച്ചും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 180 ഡിഗ്രി ആണ്. അതേസമയം എൽ എന്ന ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 180 ഡിഗ്രിയിൽ നിന്നും ഈ ഒരു ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് 180 ഡിഗ്രിയിൽ നിന്ന് ഈ ആംഗിൾ മൈനസ് ചെയ്താൽ മതി. അതായത് എച്ച് എന്ന ആംഗിൾ മൈനസ് ചെയ്താൽ മതി. അതുപോലെ എച്ച് എന്ന ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 180 ഡിഗ്രിയിൽ നിന്നും ഇവിടെയുള്ള ഈ ആംഗിൾ കിട്ടാൻ, ഈ സൈഡിലുള്ള ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സൈഡിലുള്ള ആംഗിൾ ഉണ്ടല്ലോ അത് മൈനസ് ചെയ്താൽ മതി. അതായത് -L. അപ്പൊ ഈ റിലേഷനും നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക കേട്ടോ. ഇങ്ങനെ L+H അതുപോലെയുള്ള ഈ സംഭവങ്ങളൊക്കെ എഴുതാനുള്ളതാണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അതുപോലെ നിങ്ങൾ വേറൊരു നോക്കും. ഇവിടെ കുറച്ച് ചിത്രങ്ങളുണ്ട്. ഈ ഒരു പിക്ചേഴ്സിൽ ഈ ഒരു ഫസ്റ്റ് പിക്ചർ നോക്കി, ഇതിന് എത്ര സൈഡുകൾ ഉണ്ട്? 1 2 3 4, 4 സൈഡ് ഉണ്ട് അല്ലെ? അപ്പൊ ഇതിന്റെ ഈ ഒരു മൂല നമ്മൾ എടുക്കാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഈ ഒരു കോർണർ എടുക്കുകയാണ്. എന്നിട്ട് ഈ കോർണറിൽ നിന്ന് ഓരോ ഭാഗത്തേക്ക് ലൈൻ വരയ്ക്കും. ഫസ്റ്റ് ഇങ്ങോട്ട് വരയ്ക്കും, പിന്നെ നമ്മൾ അത് ഇങ്ങോട്ട് വരയ്ക്കും. ഞാൻ വരയ്ക്കുന്നത് ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ടില്ല. ബട്ട് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കാതെ സ്ട്രെയിറ്റ് ലൈൻ ആണ് കേട്ടോ വരയ്ക്കുന്നത്. ഓക്കെ, ഇങ്ങനെ വരയ്ക്കും. ഇതിനിപ്പോ എത്ര സൈഡ് ഉണ്ട്? 1 2 3 4, 4 സൈഡ് ഉണ്ട് അല്ലെ? 4 സൈഡ് ഉണ്ട്. ഇവിടെ ഇപ്പൊ എത്ര ട്രയാങ്കിൾ ഉണ്ടായി? 2 ട്രയാങ്കിൾ ഉണ്ടായി. ഇനി ഈ ഒരു പിക്ചർ എടുക്കുക. ഇവിടെ എത്ര സൈഡ് ഉണ്ട്? 1 2 3 4 5 സൈഡ് ഉണ്ട്. ഇതിനെ ഈ ഒരു മൂലയിൽ നിന്ന് ഞാൻ ഓരോ മൂലയിലേക്ക് ലൈൻ വരയ്ക്കുമ്പോൾ എത്ര ട്രയാങ്കിൾ നമുക്ക് കിട്ടും? ഒരു ട്രയാങ്കിൾ ആയി, രണ്ടാമത്തേതായി, മൂന്നാമത്തേത്. ആകെ എത്ര ട്രയാങ്കിൾ കിട്ടി? 3. ഇതിന് 6 സൈഡ് ഉണ്ട്. ഓക്കെ, ഈ 6 സൈഡുള്ള ഈ ഒരു പിക്ചറിൽ നമ്മൾ ഇങ്ങനെ എത്ര ട്രയാങ്കിൾ ഒരു മൂലയിൽ നിന്ന് മാത്രം ഉണ്ടാക്കാൻ പറ്റും? 1 2 3 4. ഇവിടെ 4 ട്രയാങ്കിൾ ഉണ്ടായി. ഇത് എത്ര സൈഡാണ്, ഇത് എത്രയാണ് സൈഡ് എന്ന്, ഇത് എത്ര ട്രയാങ്കിൾ ആണെന്ന് കേട്ടോ. ഇത് എത്ര 3 ട്രയാങ്കിൾ ജസ്റ്റ് അവിടെ വരച്ചു വെക്കുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ സൈഡ് ആണ് കേട്ടോ.
ഇപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുമോ? അതായത് ഇപ്പൊ ഇവിടെ നോക്കി 1, 2, 3, 4. ഇതിന് എത്ര സൈഡ് ഉണ്ട്? 4 സൈഡ് ഉണ്ട്. അതേപോലെ തന്നെ 4 മൂലകളുണ്ട്. 4. 1, 2, 3, 4, 5. 5 സൈഡ് ഉണ്ട്. അതുപോലെ 5 കോർണർ ഉണ്ട് അല്ലേ? ഓക്കെ. കോർണർ ഒക്കെ അടങ്ങിയിട്ട് നമ്മൾ സൈഡുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ 4 സൈഡ് ആയപ്പോ 2 ട്രയാങ്കിൾ കിട്ടി. അതായത് 4ൽ നിന്ന് 2 മൈനസ് ചെയ്ത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. അതുപോലെ ഇവിടെ 5 സൈഡുകൾ ഉണ്ടായപ്പോ 3 ട്രയാങ്കിൾസ് അതായത് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 ആണ്. ഇവിടെ 6 സൈഡ് ഉണ്ടായപ്പോ 4 ട്രയാങ്കിൾ അതായത് ഇവ തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. ഇപ്പൊ നമുക്കൊരു 10 സൈഡുള്ള ഒരു പിക്ചർ തന്നിട്ട് അതിൽ എത്ര ട്രയാങ്കിൾ ഉണ്ടാവും എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? 10 മൈനസ് 2 അതായത് 8 ആയിരിക്കും ഉണ്ടാവുക. ഇനി തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ നോക്കാം. അതായത് മനസ്സിലായി. ഇപ്പൊ ദേ ഈ ഒരു പിക്ചറിൽ നമ്മൾ ട്രയാങ്കിൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന് എത്ര സൈഡ് ഉണ്ട്? 4 സൈഡ് ഉണ്ട്. അപ്പൊ ഇതിന് ഒരുപാട് ട്രയാങ്കിൾസ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്ര ലൈൻ വരച്ചിരുന്നത്? ആകെ ഒരു ലൈൻ ഇങ്ങനെ വരച്ചിരുന്നത്. അപ്പൊ ഇവിടെ വരച്ച ലൈൻസിന്റെ എണ്ണം എത്രയാണ്? 1 ആണ്. ഇവിടെ എത്ര സൈഡ് ഉണ്ട്? 5 സൈഡ്. ഇതിന് 6 സൈഡ്. അപ്പൊ ഇതിന് ട്രയാങ്കിൾസ് പലത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എത്ര ലൈൻ വരച്ചു? 1, 2. 2 ലൈൻ. ഒരു ലൈൻ ഇത്, മറ്റൊരു ലൈൻ ഇത്. 2 ലൈൻസ് നമ്മൾ വരച്ചു. ഇവിടെയോ നോക്കൂ 1, 2, 3 ലൈൻസ് നമ്മൾ വരച്ചു. ഇനി ഈ കാര്യങ്ങളെല്ലാം കൂടെ നമുക്കൊന്ന് ഓർഗനൈസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ അതായത് നോക്ക് ഇവിടെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. അതായത് നമ്മുടെ സൈഡും അതിൽ വരയ്ക്കുന്ന ലൈൻസും തമ്മിലുള്ള ഡിഫറൻസ് 3യും ആ സൈഡും അതിലുണ്ടാകുന്ന ട്രയാങ്കിൾസ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 2 ആണ് അല്ലേ? ഇനി നമുക്ക് ഇതിനൊരു ടേബിൾ ആക്കിയിട്ട് പറയുകയാണെങ്കിൽ 4 സൈഡുള്ള ഒരു പിക്ചറിൽ അതായത് ചതുരൊക്കെ പോലെ ഉള്ള ഒരു പിക്ചർ ആണ് വിചാരിക്കുക. അതിലുള്ള ലൈൻസിന്റെ എണ്ണം നമ്മൾ ഒരു ലൈനാ വരച്ചിരുന്നത്. അപ്പൊ കിട്ടിയ ട്രയാങ്കിൾസ് 2 ആണ്. 5 സൈഡ് ഉണ്ടാകുമ്പോൾ 1, 2, 3, 4, 5 5 സൈഡ് ഉണ്ടാകുമ്പോൾ നമ്മൾ 2 ലൈൻ വരച്ചു. അപ്പൊ നമുക്ക് 3 ട്രയാങ്കിൾ കിട്ടി. അതുപോലെ 6 ഉണ്ടായപ്പോ 3 ലൈനാണ് വരച്ചത്. അപ്പൊ 7 ഉണ്ടാവുമ്പോൾ നമ്മൾ എത്ര എണ്ണം വരയ്ക്കണം? 3 മൈനസ് ചെയ്താൽ 4. 8 ഉണ്ടാവുമ്പോ 5ഉം 7 ഉണ്ടാവുമ്പോൾ നമ്മൾ എത്ര ട്രയാങ്കിൾസ് കിട്ടും? 5 ട്രയാങ്കിൾസ്. അതുപോലെ 8 ഉണ്ടാവുമ്പോൾ നമുക്ക് 6 ട്രയാങ്കിൾസ് കിട്ടും. ഇന്നത്തെ ക്ലാസ്സില് ഇത്ര കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പിന്നെ കൂടാതെ ഇപ്പൊ നമ്മൾ സൈഡിനെ നമ്മൾ S എന്നും ലൈനിനെ നമ്മൾ L എന്നും ട്രയാങ്കിളിനെ T എന്നുമാണ് പറയുന്നത് എങ്കിൽ ഈ S എന്ന ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സൈഡിനെ കിട്ടാൻ വേണ്ടി ഇപ്പൊ നമ്മൾ L എന്നത് സൈഡിലെ ഈ L എന്നത് Lനെ നോക്കി Lലേക്ക് 3 ആഡ് ചെയ്താല് സൈഡിന്റെ എണ്ണം കിട്ടും. അതുപോലെ നമ്മുടെ ടിയിലേക്ക് 2 ആഡ് ചെയ്താലും എസ് കിട്ടും. അതുപോലെ ഈ ലൈനിലേക്ക് 1 ആഡ് ചെയ്താൽ ട്രയാങ്കിൾസിന്റെ എണ്ണം കിട്ടൂലേ? അതായത് എല്ലിലേക്ക് 1 ആഡ് ചെയ്താൽ നമുക്ക് ട്രയാങ്കിൾസിന്റെ എണ്ണം കിട്ടുന്നു. ഇത് നിങ്ങൾ കാണാതെ പഠിക്കുന്നതാണ്. ജസ്റ്റ് തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കുക, പ്ലസ് എത്ര ഇടണം എന്നും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചിട്ട് ഇക്വേഷൻസ് ഇങ്ങനെ എഴുതി പോയാൽ മതി. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുകയാണ്. താങ്ക് യു.